ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERTയിൽ സയൻസിൽ വരുന്ന 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആകാശവിസ്മയങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ. എല്ലാ അതാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട്. നിഴൽ രൂപപ്പെടുന്ന ദിശ പ്രകാശ സ്രോതസ്സിൻ്റെ എതിർദിശ. ഗോളാകൃതിയിലുള്ള വസ്തുക്കളുടെ നിഴലിൻ്റെ ആകൃതി വൃത്തം. രാവിലെ വസ്തുക്കളുടെ നിഴൽ രൂപപ്പെടുന്ന ദിശ പടിഞ്ഞാറ്. വൈകുന്നേരങ്ങളിൽ വസ്തുക്കളുടെ നിഴൽ രൂപപ്പെടുന്ന ദിശ കിഴക്ക്. സൂര്യപ്രകാശത്തിൽ ആകാശഗോളങ്ങളുടെ നിഴലിൻ്റെ ആകൃതി കോണാകൃതി. ഭൂമിയുടെ നിഴലിൻ്റെ പ്രത്യേകതകൾ. ഭൂമി ഒരു അതാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നു. സൂര്യൻ എതിർദിശയിലായിരിക്കും എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത്. അകലേക്ക് പോകുന്തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ഇല്ലാതാകുന്നു. ഭൂമിയുടെ നിഴലിന് കോണാകൃതിയാണ് ഉള്ളത്. ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ആകാശഗോളങ്ങളുടെ വലിപ്പ വ്യത്യാസമനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലിപ്പവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരികയും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലാകുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. പൂർണ്ണഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിറം മങ്ങിയ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമാണ്. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരികയും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുകയും ചെയ്യുന്ന പ്രതിഭാസം സൂര്യഗ്രഹണം. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല. സൂര്യഗ്രഹണം ദൃശ്യമാവുന്നത് ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്കാണ്. സൂര്യഗ്രഹണങ്ങൾ വിവിധ തരത്തിലുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം എന്നിവയാണവ. ചന്ദ്രഗ്രഹണം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും. സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ സോളാർ ഫിൽറ്റർ, കണ്ണട, ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്റർ, പിൻഹോൾ പ്രൊജക്റ്റ്, ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള പ്രൊജക്ഷൻ രീതി എന്നിങ്ങനെയാണ്. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് നിലാവ്. ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസം അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ്. അമാവാസി ദിവസം ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസം പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ കാണുന്നത് അർദ്ധചന്ദ്രൻ. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ കൂടി വരുന്ന കാലയളവ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്തപക്ഷം. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവ് വരെ കുറഞ്ഞു വരുന്ന കാലയളവ് ക്ഷയം അല്ലെങ്കിൽ കറുത്തപക്ഷം.